ഹലോ. പിന്നെ നമ്മൾ കണ്ണൂരിൽ നിന്ന് നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു നമുക്ക് കോഴിക്കോട് പോയാലോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന വഴിക്ക് ഞാനിതാ അപ്പവും ഗ്രീൻ പീസ് കറിയും കഴിച്ചിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ കഴിച്ച ഫുഡ് ശരിയായില്ല, അപ്പോൾ ഞാനിത് കഴിച്ചിരുന്നു കേട്ടോ. ഏകദേശം 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ, ഭയങ്കര വെയിൽ. ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് നടന്നിരുന്നത്. ഞാൻ ഏകദേശം എന്തോ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ അതെപ്പോഴാണ് കേട്ടോ വരുന്നത്. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വെയിലായതുകൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ അതാ ഏകദേശം അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഇപ്പം നിറയെ ഉപ്പിലിട്ട ഐറ്റംസ് കണ്ടു കേട്ടോ. ഞാൻ മാങ്ങയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ക്യാരറ്റും നെല്ലിക്കയും പൈനാപ്പിളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ ചേട്ടൻ ജസ്റ്റ് മാങ്ങ മാത്രം തന്നപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ മസാലയും കൂടിയും വേണമെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടാറുള്ളത് ഉപ്പും മുളക് പൊടിയും അതുപോലെ വെളിച്ചെണ്ണ എന്തൊക്കെയൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു സാധനം കേട്ടോ. പക്ഷേ ഇത് മാങ്ങ അച്ചാർ തന്നെയായിരുന്നു. മാങ്ങയുടെ അച്ചാർ തന്നെ അതിലിട്ടിട്ട് തന്നിരിക്കുകയായിരുന്നു. അവർക്കൊന്നും ഇഷ്ടമായില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് ഫോട്ടോസ് എടുക്കാൻ നിന്നിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ മൈൻഡിന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, കാലൊക്കെ ഇങ്ങനെ ഫുള്ളായിരുന്നു. പിന്നെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചതാണ് കേട്ടോ. പക്ഷെ എല്ലാ വൈകുന്നേരങ്ങളിലല്ലേ തുടങ്ങുള്ളൂ. കിട്ടിയതൊക്കെ കഴിച്ചു. എല്ലാത്തിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഏകദേശം ഒരു 2:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. കാരണം ഫുഡ് കഴിക്കാൻ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പിൻ്റെ വിളി കൊണ്ടാ തോന്നുന്നു ഫോട്ടോ മാത്രമേ ഉള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു കേട്ടോ. പോയിരുന്ന വഴിക്ക് ഇതാ വണ്ടിയിൽ ഇരുന്നിട്ട് ഈ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു. അതുപോലെ ഈ ഒരു മാൽക്കിസിൻ്റെ ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. പിന്നെ ഞങ്ങളിതാ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.